കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ടൈം ടേബിളാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈവൻ ബേസിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങി ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു A+ ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു ബെസ്റ്റ് ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്യുന്ന ടൈം ടേബിളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ലോഗ് ടീൽസ് ബൈ ആദർശ. സോ കുറേ പേര് കാത്തിരുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരും എന്നുള്ളത്. സോ ഞാൻ ഇന്നാണത് പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയത് കാരണം കുറേയൊക്കെ പഠിക്കാൻ വെച്ചിരുന്നതൊക്കെ കട്ടായി പോയി. ആൻഡ് ഫൈനലി ഷെഡ്യൂൾ ചെയ്ത ഒരു ടൈം ടേബിളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് ഞാൻ ഈ ടൈം ടേബിൾ അനാലിസിസ് ചെയ്തപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ കൊമേഴ്സ് സ്റ്റുഡൻസ്. എനിക്ക് ഒന്നിന് തുടങ്ങാനുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതെങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. സോ നമ്മൾ പബ്ലിക് എക്സാമിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മുടെ മോഡലിലെ മാർക്ക് നിങ്ങൾ വിലയിരുത്തുകയേ വേണ്ട. അല്ലെങ്കിൽ ആ സമയത്ത് ചോദിച്ച ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജോ ക്വസ്റ്റ്യൻസോ സിമ്പിൾ ലെവലാവട്ടെ എത്ര വലിയ ആയിട്ടില്ല ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ തുടങ്ങാൻ പോകുന്നത് വെള്ളിയാഴ്ച മുതലാണ്. സോ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 6 ദിവസം അല്ലെ, 6 ദിവസമാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിൽ നമുക്കെങ്ങനെ ആദ്യത്തെ 4 സബ്ജക്റ്റിന് വേണ്ടി പ്രിപ്പയർ ആവാന്നുള്ളത് കാണാം. സോ നിങ്ങൾ ടൈം ടേബിൾ അനാലിസിസ് ചെയ്താൽ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസിക്ക് 3 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, 3 ദിവസം. സോ അക്കൗണ്ടൻസി അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആ 3 ദിവസം പഠിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം അക്കൗണ്ടൻസി കഴിഞ്ഞിട്ട് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത് 1 ഡേ. സോ ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ബിസിനസ് ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. സോ ഈ ബിസിനസ് പഠിക്കാൻ നമുക്ക് ഈ ഒരു 6 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 സബ്ജക്റ്റാണ് കേട്ടോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം 12 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 12 അല്ലേ, അത്രയും ദിവസം ഗ്യാപ്പ് ഉണ്ട് എക്കണോമിക്സിന്, മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഏതാണെങ്കിലും അത് പഠിക്കാനായിട്ട്. സോ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. എക്കണോമിക്സും മാത്സും നമുക്ക് ആ 12 ദിവസത്തെ ഗ്യാപ്പിൽ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് പഠിക്കാവുന്നതുള്ളൂ. സോ അതിനെപ്പറ്റി നിങ്ങൾ നോ വറീസ്, നമുക്ക് അടിപൊളിയായിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും. മാത്സ് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ഒരു രീതിയുടെ വീഡിയോ ഞാൻ ആ ഒരു 12 ദിവസം ഗ്യാപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ക്രിസ്മസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോഡൽ എക്സാമിൽ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ ആ ലെവൽ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഡിസ്കസ് ചെയ്യാം. 6 ദിവസം ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 3 ദിവസം ബിസിനസ് സ്റ്റഡീസ്, 3 ദിവസം ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ശരിയല്ല, 3 ബിസിനസ് സ്റ്റഡീസ്, 3 ഇംഗ്ലീഷ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ ഒരു ദിവസം പറ്റില്ല, ഒരു ദിവസം കൂടെ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നോ ബിസിനസ് സ്റ്റഡീസിൽ നിന്നോ ഒരു ദിവസം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കിടപ്പ്. പക്ഷേ ഈ പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക്. വെള്ളി, ശനി, ഞായർ നിങ്ങൾ ബിസിനസ് പഠിക്കാം. സെക്കൻഡ് ലാംഗ്വേജ് ഏത് ദിവസമാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 3 ദിവസം ബിസിനസ് നിങ്ങൾക്ക് 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇനി ആദ്യം തൊട്ട് ഡീപ്പായിട്ട് തുടങ്ങണം എന്നുള്ളവർക്ക് ഈ 3 ദിവസം ദ ബെസ്റ്റ് ആയിരിക്കും ഗൈസ്. കാരണം 12 ചാപ്റ്റർ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് 4 വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം നിൽക്കും. ഒരു ദിവസം 4 ചാപ്റ്റർ പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കഷ്ടപ്പെട്ടൊരു കാര്യമല്ല. ബിസിനസ് നമ്മൾ 3 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 ദിവസം ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു അടിപൊളി മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അത്ര ഒരു ഇതില്ല എന്നുള്ള ഒരാൾക്കാർക്ക് നല്ലൊരു വേ ഓഫ് സ്റ്റഡിങ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സും ഇംഗ്ലീഷും സേഫ് സോണിലെത്താം. സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ് സോണിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബിസിനസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു രീതി ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇംഗ്ലീഷ് പഠിക്കാൻ 3 ദിവസത്തിൽ ഒരു ദിവസം ടെക്സ്റ്റ് വായിക്കാൻ എടുക്കുക. ടെക്സ്റ്റ് വായിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് വായിക്കാൻ ഒരു ദിവസം എടുക്കുക. ആൻഡ് ബാക്കിയുള്ള 2 ദിവസം ഞാൻ പറയുന്ന ഒരു മെത്തേഡ് പഠിച്ചു നോക്കൂ കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അതൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് നമുക്ക് 3 ദിവസം ഗ്യാപ്പ് ഉണ്ട് അക്കൗണ്ടൻസി എക്സാം. അപ്പോൾ ആ 3 ദിവസം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് വേണം അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. ഈ അക്കൗണ്ടൻസിക്ക് കുറേ പേര് എന്നോട് തിയറിയുടെ PDF ചോദിച്ചായിരുന്നു. ഞങ്ങളുടെ മിസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നേക്കുന്നുണ്ട്, അത് കുറേ ഉണ്ട്. അപ്പോൾ എനിക്കത് PDF ആക്കി എടുത്ത് അയക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രയും ഉള്ളതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ ഞാൻ കുറേ ഷോർട്ടാക്കിയും കാര്യങ്ങളായിട്ടൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോകേണ്ട കുറച്ച് തിയറി സാധനങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ടോപ്പിക്കിൻ്റെ പേരുണ്ട്, അപ്പോൾ ആ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുഞ്ഞു നോട്ട്സ് കിട്ടും. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കാരണം തിയറിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അക്കൗണ്ടൻസിക്ക്. സോ
അക്കൗണ്ടൻസിയുടെ ഈ 3 ദിവസം നമ്മൾ എങ്ങനെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഫോർ തിയറി ആൻഡ് സെക്കൻഡ് ദിവസം നിങ്ങൾ അക്കൗണ്ടൻസി ബേസിക് പോലെ അത് മോഡലിന് വലിയ മാർക്ക് ഉണ്ടായില്ല, അധികം കോൺസെപ്റ്റ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ് ഒരു 3ാമത്തെ ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരെയുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാം. പഠിച്ചതാണ് എല്ലാ ടോപ്പിക്കിനുള്ള ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലം ലെവലിലേക്ക് കടക്കാം. അതായത് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സ്ട്രാ റിസോഴ്സസും വെച്ചെല്ലാം നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ പ്രോബ്ലം ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആ മെത്തേഡാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഞാൻ മോഡലിൽ കുറച്ച് പഠിച്ചതുകൊണ്ട് അതെല്ലാം ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഇപ്പോൾ എന്താ പറയുക, സെയിൽസ് ബുക്കിൽ നിന്നാണെങ്കിൽ ഒരു ചോദ്യം അധികം ചെയ്യാം, ജേണൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വരുന്ന ഒരു പ്രോബ്ലം, അങ്ങനെ വെച്ച് ഒരു ബേസ് ബിൽഡ് ചെയ്ത ശേഷം മാത്രം ക്വസ്റ്റ്യൻ ലെവലിലേക്ക് കടന്നാൽ മതി. ചുമ്മാ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ഞാൻ നോക്കുന്നുണ്ട് നല്ല അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്ന വല്ല സൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷും കഴിഞ്ഞു, അക്കൗണ്ടൻസി കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് നമുക്കൊരു ദിവസം കൊണ്ട് പഠിക്കാമെന്നാണെങ്കിൽ അത് അങ്ങനെ ഓക്കെ. പിന്നാണ് നമ്മുടെ ബിസിനസ് നമ്മൾ ഓൾറെഡി ഈ ഒരു വീക്കിൽ സേഫ് സോൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ ദിവസം ഉണ്ടല്ലോ, ആ ഒരൊറ്റ ദിവസം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് മോർണിംഗ് ടു ഈവനിങ് വരെ ഒന്ന് ഓടിച്ചു പോയാൽ മതി. ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കി പോട്ടോ. അപ്പോൾ അതും ഓക്കെ ആയല്ലോ. പിന്നെ നമ്മുടെ 12 ദിവസത്തെ ഗ്യാപ്പിൽ 6 ദിവസം മാത്സിന് 6 ദിവസം എക്കണോമിക്സിന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് പഠിക്കാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ സെയിം മെത്തേഡാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ചോദിച്ചവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി. ഇനി എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇതാണ് ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇതേപോലെയാണ് നിങ്ങൾ 10th ആയിക്കോട്ടെ, സയൻസുകാരായിക്കോട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യണ സമയത്ത് ഓൾ പോസിബിൾ വേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര അവധി ഒരു സബ്ജക്റ്റിനുണ്ട്, ഇന്ന ദിവസം എങ്ങനെയൊക്കെ പഠിച്ചാൽ, അങ്ങനത്തെ ഒരു ഐഡിയ വേണം. നമ്മൾ ഒരിക്കലും ഒരാളെ ഫുള്ളി ഡിപ്പെൻഡഡ് ആവരുത്. ഒരാൾ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കരുത്. നമ്മളെപ്പോഴും നമ്മുടേതായ രീതികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് മേക്സ് യു യൂണിക്ക്. അപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, മാത്സ് 10th ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ആക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. സോ ഇനി എന്തെങ്കിലും റെക്കമെൻഡേഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ സൂൺ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ.